ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രിഗേറ്റ്സ് ആണ്. അഗ്രിഗേറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം എന്താണ് അഗ്രിഗേറ്റ്സ് നോക്കാം. അഗ്രിഗേറ്റ്സ് ഈസ് ആർ ഇനർട്ട് ഗ്രാനുലർ മെറ്റീരിയൽസ്. അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് ഇനർട്ട് ഗ്രാനുലർ മെറ്റീരിയൽ ആണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ഓർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഓർ എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് എന്തെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതിപ്പോ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തും ആവാം. ഏതൊക്കെയാ? സാൻഡ് ആവാം, ഗ്രാവൽ ആവാം, ക്രഷ്ഡ് സ്റ്റോൺ ആവാം. ഇതിനൊക്കെ നമ്മൾ ഇതെന്ന് പറയുന്നുണ്ട് അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓർമ്മിക്കേണ്ട പോയിന്റ്, അഗ്രിഗേറ്റ് ഈസ് ആൻ ഇനർട്ട് ഗ്രാനുലർ മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ഓഫ് കോൺക്രീറ്റ്. അതുപോലെ തന്നെ ഫോർ എ ഗുഡ് കോൺക്രീറ്റ്, ഒരു ഗുഡ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാൻ അഗ്രിഗേറ്റ് ഷുഡ് ബി ക്ലീൻ. അഗ്രിഗേറ്റ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ക്ലീൻ and hard, and also it should be free from chemicals and other fine materials that may deteriorate the strength of concrete. ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിനെ അല്ലെങ്കിൽ കോൺക്രീറ്റിനെ ഡിറ്റീരിയറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കെമിക്കൽസിൽ നിന്നും ഫൈൻ മെറ്റീരിയൽസിൽ നിന്നും ഒക്കെ എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹാർഡ്. Another point is about 60 to 70% of the total volume of concrete is occupied by aggregate. അഗ്രിഗേറ്റിന്റെ കോൺക്രീറ്റിന്റെ ഒരു 60 to 70% വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നത് ആരാണ്? അഗ്രിഗേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഗീവ്സ് എ ബോഡി ടു ദ കോൺക്രീറ്റ്. അപ്പൊ കോൺക്രീറ്റിന്റെ ബോഡി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അഗ്രിഗേറ്റ് ആണ്. അഗ്രിഗേറ്റ് കോൺക്രീറ്റിന് ഒരു ബോഡി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അഗ്രിഗേറ്റ് ആണ്. ആൻഡ് 60 to 70% ഓഫ് ദ കോൺക്രീറ്റ് ഈസ് ഓക്കുപ്പൈഡ് ബൈ അഗ്രിഗേറ്റ്. സോ നമുക്ക് ഇനി അടുത്ത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ്സ് എന്നുള്ള കാര്യം നോക്കാം. അവിടെ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുണ്ട്, ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒറിജിനെ ബേസ് ചെയ്തിട്ടുള്ള വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ അഗ്രിഗേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആദ്യം പറയുന്നത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സൈസ്. സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സൈസിനെ ബേസ് ചെയ്ത് നമ്മൾ അഗ്രിഗേറ്റ് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാ നമുക്കറിയാം? ഫൈൻ അഗ്രിഗേറ്റ് എന്നും അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യും. അപ്പൊ എന്താണ് ഫൈൻ അഗ്രിഗേറ്റ്? ISC 4.75 mm പാസ് ചെയ്ത് പോകുന്നത്, പാസിംഗ് ത്രൂ 4.75 mm. Fine aggregates are those which pass through 4.75 mm ISC. 4.75 mm ISC വിലൂടെ പാസ് ചെയ്ത് പോകുന്നതിനെ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയും. Then what is coarse aggregate? Retained over 4.75 mm IS 75 mm C. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.75 mm C വിൽ റീറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെയാ? ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും 4.75 mm പാസ് ചെയ്തു പോകുന്നതിനെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും 4.75 mm റീറ്റെയിൻ ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്നും പറയും? കോഴ്സ് അഗ്രിഗേറ്റ് എന്നും പറയും. ഇനി ഈ ഫൈൻ അഗ്രിഗേറ്റിന് തന്നെ സൈസ് വേരിയേഷൻ ഉണ്ട്. ഇപ്പോ 2 mm to 0.5 mm ആണ് എങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് കോഴ്സ് സാൻഡ് എന്ന് പറയും. 2 mm to 0.5 mm ഇടയിലുള്ള സൈസ് ഉള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? കോഴ്സ് സാൻഡ് എന്ന് പറയുന്നു. 0.5 mm to 0.25 mm ഇടയിലുള്ളതാണെങ്കിൽ അതിനെ മീഡിയം സാൻഡ് എന്ന് പറയും. 0.5 mm to 0.25 mm ഇടയിലുള്ളതിനെ മീഡിയം സാൻഡ് എന്ന് പറയും. ഇനി ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25 mm to 0.6 mm, 0.06 mm. Then സിൽറ്റ് എന്ന് പറയുമ്പോഴോ 0.06 mm to 0.002 mm ആണെങ്കിൽ അതിനെ സിൽറ്റ് എന്ന് പറയും. ക്ലേ ആണ് 0.002 mm കുറവായിട്ടുള്ളതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ക്ലേ എന്ന് പറയുന്നു. അപ്പോ കോഴ്സ് അഗ്രിഗേറ്റിന്റെ സൈസ് നോക്കിയുള്ള കോഴ്സ് സാൻഡിന്റെ സൈസ് എത്രയാ? 2 mm to 0.5 mm. Medium sand 0.5 mm to 0.25 mm, fine sand 0.25 mm to 0.06 mm, silt 0.6 mm to 0.002 mm, and clay less than 0.002 mm. അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റിന്റെയും സൈസ് വേരിയേഷൻ. ഫൈൻ ഗ്രാവൽ ആണെങ്കിൽ ഇറ്റ്സ് ബിറ്റ്വീൻ 4 mm to 8 mm ആണ്. മീഡിയം ഗ്രാവൽ 8 mm to 16 mm ആണ്. കോഴ്സ് ഗ്രാവൽ 16 mm to 64 mm ആണ്. കോബിൾസ് ആണെങ്കിൽ 64 mm to 256 mm, and if it is greater than 256 mm then it is called as boulders. അപ്പൊ അഗ്രിഗേറ്റ്സിന്റെ ലാർജസ്റ്റ് സൈസ് വരുന്ന ഏതാ? ബോൾഡേഴ്സ് ആണ്. ഏറ്റവും ചെറിയ സൈസ് വരുന്നത് ഏതാണ്? ക്ലേ ആണ്. ഇതും കൂടെ ഓർമ്മിച്ചുകൂടുക. ഓരോന്നിന്റെയും സൈസ് ഓർമ്മിക്കുക. അപ്പൊ ഫൈൻ അഗ്രിഗേറ്റ് ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ്സ് പറയുമ്പോൾ ഫൈൻ അഗ്രിഗേറ്റ്സ് എന്താണ്, കോഴ്സ് അഗ്രിഗേറ്റ് എന്താണ്, ഓരോന്നിന്റെയും ഈ പറയുന്ന സൈസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കൂടെ എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യുക. സോ നമുക്കിനി ബേസ്ഡ് ഓൺ ഷേപ്പ് എങ്ങനെയാണ് അഗ്രിഗേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം.
ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്സിനെ ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ്. In terms of shape, aggregates are classified as rounded aggregates, irregular or partly rounded aggregates, angular aggregates, flaky aggregates and elongated aggregates. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇതൊക്കെയാണ് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ഉണ്ട്, ഇറഗുലർ ഓർ പാർട്ട്ലി റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ഉണ്ട്, ആംഗുലർ അഗ്രിഗേറ്റ്സ് ഉണ്ട്, ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് ഉണ്ട്, ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽ ഈ ഓരോ ടൈപ്സും എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്. ഈ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നത് ഇറ്റ്സ് ഷേപ്ഡ് ബൈ അട്രീഷൻ. അട്രീഷൻ കാരണമാണ് ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. റൗണ്ട് ഷേപ്പിന് കാരണം അട്രീഷൻ ആണ്. ഇനി ഇൻ ദ ഫോം ഓഫ് സീഷോർ ഗ്രേവൽ ആണ് അത് കാണുന്നത്. അത് കാണുന്നത് എങ്ങനെയാണ്? സീഷോർ ഗ്രേവൽസിന്റെ ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുക നമ്മള് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് കാണുന്നത്. അട്രീഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ബിക്കോസ് അട്രീഷൻ എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ടുള്ള വിയർ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? അത് ആ റൗണ്ട് ഷേപ്പിൽ എത്താനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് വോയിഡ്സ് ഇൻ ദ കേസ് ഓഫ് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്. ഒരു കോൺക്രീറ്റിലോട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ക്രിയേറ്റ് ചെയ്യുന്ന പെർസെന്റേജ് വോയിഡ്സ് എന്ന് പറയുന്നത് 32 to 33% ഓഫ് വോയിഡ്സ് എന്ത് ചെയ്യും ആണ് മിനിമം പെർസെന്റേജ് ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത്. മിനിമം പെർസെന്റേജ് ഓഫ് വോയിഡ്സ് ഇൻ ദ കേസ് ഓഫ് എ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ഈസ് 32 to 33%. ഹെൻസ് ഗിവൺ മോർ വർക്കബിലിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് കിട്ടും? കൂടുതൽ വർക്കബിലിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. സോ മിനിമം പെർസെന്റേജ് ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് 32 to 33% ഇൻ ദ കേസ് ഓഫ് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ആൻഡ് ഹെൻസ് ഗീവ് മോർ വർക്കബിലിറ്റി. അതുപോലെ തന്നെ വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് എന്താ വളരെ കുറച്ച് ആവശ്യമുള്ളൂ. എന്ത് യൂസ് ചെയ്യുമ്പോൾ? റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ റിക്വയർസ് ലെസ് വാട്ടർ എമൗണ്ട് ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ. വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും when we are using റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്. മാത്രമല്ല നമ്മൾ ഇത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന റൗണ്ട് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യാറില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർലോക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. നമുക്കറിയാം റൗണ്ടഡ് അഗ്രിഗേറ്റ്സിന്റെ ഇന്റർലോക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അതുവഴി പറയും വീക്ക് ബോണ്ട് സ്ട്രെങ്ത് ആയിരിക്കും. കാരണം എന്താ? പുവർ ഇന്റർലോക്കിംഗ് ബിഹേവിയർ കാരണം എന്തായിരിക്കും? അവിടെ വീക്ക് ബോണ്ട് സ്ട്രെങ്ത് ആയിരിക്കും. ഇത്രയാണ് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്. വോയിഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 32 to 33% formed by attrition seen in the form of gravel, seashore gravel, and then it requires only less water cement ratio. And final point, it's not considered in high strength concrete because of the poor interlocking behavior and weak bond strength. നമുക്കിനി അടുത്ത എന്താണ് irregular aggregates or partly rounded aggregates എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇറഗുലർ അഗ്രിഗേറ്റ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇറഗുലർ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പാർട്ട്ലി റൗണ്ടഡ് അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇറഗുലർ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. പാർട്ട്ലി റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ആർ കോൾഡ് ആസ് ഇറഗുലർ അഗ്രിഗേറ്റ്സ് ആൻഡ് ഇറ്റ്സ് പാർട്ട്ലി ഷേപ്ഡ് ബൈ അട്രീഷൻ. അട്രീഷൻ കാരണമാണ് ഇറ്റ്സ് പാർട്ട്ലി ഷേപ്ഡ് ആസ് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്. Then ഇത് മെയിൻ ആയിട്ടും അവൈലബിൾ ആകുന്നത് ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് പിറ്റ് സാൻഡ് ആൻഡ് ഗ്രാവൽ. പിറ്റ് സാൻഡിന്റെയും ഗ്രാവലിന്റെയും ഫോമിലാണ് ഇത് മെയിൻ ആയിട്ടും അവൈലബിൾ ആവുക. ഓക്കെ, അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് pit, sand and gravel. So irregular aggregates are available in the form of pit, sand and gravel. മറന്നുപോയത്. May result in 35 to 37% of voids. Voids എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും അവിടെ? 35 to 37% of voids. അപ്പോ voids എന്ത് ചെയ്തു അവിടെ? കൂടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗീവ് ലെസർ വർക്കബിലിറ്റി. എങ്ങനെ? കമ്പയർഡ് ടു ദ അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെയുള്ള വർക്കബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. എന്തിന്റെ കേസിൽ? The workability of rounded aggregates is higher than irregular aggregates, or irregular aggregates have lesser workability when compared to rounded aggregates. ഇതിന്റെ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹയർ ദാൻ റൗണ്ടഡ് അഗ്രിഗേറ്റ്സ്. റൗണ്ടഡ് അഗ്രിഗേറ്റ്സിനേക്കാൾ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആസ് റിക്വയർഡ് ഫോർ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് മാനുഫാക്ചറിംഗിന് നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് എമൗണ്ട് ഓഫ് ബോണ്ട് സ്ട്രെങ്ത് ഇല്ല. പക്ഷേ when compared to rounded aggregates നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ partly rounded aggregates have slightly higher bond strength. കുറച്ചും കൂടെ ബോണ്ട് സ്ട്രെങ്ത് എന്തിന് കൂടുതലായിരിക്കും? ഹൈ സ്ട്രെങ്ത് ഇറഗുലർ അഗ്രിഗേറ്റ്സിന് കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയാണ് പോയിന്റ്സ്. പാർട്ട്ലി റൗണ്ടഡ് ആൻഡ് പാർട്ട്ലി ഷേപ്ഡ് ബൈ അട്രീഷൻ. ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് പിറ്റ്, സാൻഡ് ആൻഡ് ഗ്രേവൽ. May result in 35 to 37% of voids and thereby the workability will be less as compared to rounded aggregates. It has it has better bond strength than rounded aggregates, but it is not as required for high strength concrete. Next one is angular aggregates. ഒരു വെൽ ഡിഫൈൻഡ് എഡ്ജസ് ഉള്ള അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ ആംഗുലർ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ്സ് ഹാവിംഗ് വെൽ ഡിഫൈൻഡ് എഡ്ജസ് ആർ കോൾഡ് ആസ് ആംഗുലർ അഗ്രിഗേറ്റ്സ്.
ഇവിടെ മാക്സിമം പെർസെന്റേജ് ഓഫ് വോയിഡ്സ് ആയിരിക്കും. മാക്സിമം പെർസെന്റേജ് ഓഫ് വോയിഡ്സ് എത്രയാ? 38 to 45% ഓഫ് വോയിഡ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാസ് ഹെൻസ് ഗിവൺ ലെസ് വർക്കബിലിറ്റി. വോയിഡ്സ് എത്രയായി? 38 to 45% ആയിരിക്കും എന്തിന്റെ കേസിൽ? ആംഗുലർ അഗ്രിഗേറ്റ്സിന്റെ കേസിൽ വരിക. സോ ദ വർക്കബിലിറ്റി വിൽ ബി ലെസ്. അവിടെ വർക്കബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. And also it gives 10 to 20% more compressive strength. അവിടെ compressive strength എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താ? Strength due to development of strong aggregate mortar bond. അപ്പോ ആംഗുലർ അഗ്രിഗേറ്റ്സ് ആണെങ്കിൽ അവിടെ അഗ്രിഗേറ്റ് മോർട്ടാർ ബോണ്ട് എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അത് കൂടുതലായതുകൊണ്ട് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് ബാക്കി ഏത് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ 10 to 20% കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്ത് അഗ്രിഗേറ്റ്സ് ആണ്? ആംഗുലർ അഗ്രിഗേറ്റ്സ് ആണ്. And it is used in high strength concrete manufacturing. Angular aggregates നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. high strength concrete manufacturing വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് it has well defined edges, the maximum percentage of voids, that is around 38 to 45% and hence given lesser workability and gives 10 to 20% more compressive strength due to the development of strong aggregate mortar bond. Strong aggregate mortar bond, and it is used in the manufacture of high strength concrete due to this strong aggregate mortar bond and also compressive strength. So നമുക്കിനി നോക്കേണ്ടത് ഇലോങ്ങേഷൻ അഗ്രിഗേറ്റ് എന്താണ്, അതുപോലെ തന്നെ ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഇനി നോക്കേണ്ടത് എന്താണ് ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് എന്നാണ്. ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when the aggregate thickness is small when compared with the width and length. ഒരു അഗ്രിഗേറ്റിന്റെ വിഡ്ത്തും ലെങ്തും കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? ഫ്ലേക്കി അഗ്രിഗേറ്റ്സ് എന്ന് പറയും. ഒന്നുകൂടെ I'll repeat once again. When aggregate thickness is small when compared with the width and length of the aggregate. അഗ്രിഗേറ്റിന്റെ വിഡ്ത്തും ലെങ്തും കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ അതിനെ ഫ്ലേക്കി അഗ്രിഗേറ്റ് എന്നും, when the length of aggregate is larger than other two dimension, ബാക്കിയുള്ള രണ്ട് ഡയമെൻഷനെ കമ്പയർ ചെയ്യുമ്പോഴും അവിടെ ലെങ്ത് എന്ന് പറയുന്നത് ലാർജർ ആണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ് എന്നും പറയും. സോ അപ്പൊ എന്താണ് ഇലോങ്ങേറ്റഡ് അഗ്രിഗേറ്റ്സ്? when the length of aggregates is larger than the other two dimension. ലെങ്ത് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ബാക്കി രണ്ട് ഡയമെൻഷനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിന് എന്തെന്ന് പറയാം? ഇലോങ്ങേറ്റഡ് എന്ന് പറയാം. തിക്നെസ് എന്ന് പറയുന്നത്, തിക്നെസ് ഓഫ് ദ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് വിഡ്ത്തിനെയും ലെങ്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണെങ്കിൽ then it is called as flaky aggregates. നമുക്കിനി അടുത്ത ഒറിജിനെ ബേസ് ചെയ്ത് നമ്മൾ അഗ്രിഗേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഇൻ ടേംസ് ഓഫ് ജോഗ്രഫിക്കൽ ഒറിജിനെ ബേസ് ചെയ്ത ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. നാച്ചുറൽ അഗ്രിഗേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സും ഉണ്ട്. നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ്സ് ടേക്കൺ ഫ്രം നാച്ചുറൽ സോഴ്സസ്. നാച്ചുറൽ സോഴ്സസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അഗ്രിഗേറ്റ്സ് നമ്മൾ എന്തെന്ന് പറയുന്നു? നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നു. അത് മെയിൻ ആയിട്ടും റിവർ ബെഡ് അല്ലെങ്കിൽ ക്വാറീസ് അല്ലെങ്കിൽ മൈൻസിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന അഗ്രിഗേറ്റ്സ് എന്താണ്? നാച്ചുറൽ അഗ്രിഗേറ്റ്സ് ആണ്. അഗ്രിഗേറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം നാച്ചുറൽ സോഴ്സസ്. നാച്ചുറൽ സോഴ്സസിൽ നിന്നും എടുക്കുന്ന അഗ്രിഗേറ്റ്സിന് നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ റിവർ ബെഡ്സിൽ നിന്നും ക്വാറീസിൽ നിന്നും മൈൻസിൽ നിന്നും ഒക്കെ നമ്മൾ എടുക്കുന്ന അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നു. ഇനി സാൻഡ്, ഗ്രാവൽ, സ്റ്റോൺ ആൻഡ് റോക്ക് ആർ ദ മോസ്റ്റ് കോമൺ ആൻഡ് ദീസ് ക്യാൻ ബി ഫൈൻ ഓർ കോഴ്സ്. അപ്പൊ എന്തൊക്കെയാവാം? സാൻഡ് ആവാം, ഗ്രാവൽ ആവാം, സ്റ്റോൺ ആവാം, റോക്ക് ആവാം. ഇതൊക്കെയാണ് മേജർ ആയിട്ട് നാച്ചുറൽ സോഴ്സസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഫൈനും ആവാം അല്ലെങ്കിൽ എന്തുവാം? കോഴ്സ് അഗ്രിഗേറ്റും ആവാം. ഇനി ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ് നമ്മൾ പറയുന്നതാണ് ഒന്നുകിൽ പ്രോസസ്ഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയും അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ്സ് എന്ന് പറയും. ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സിനെ പ്രോസസ്ഡ് അഗ്രിഗേറ്റ്സ് എന്ന് പറയാം, അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റ് അഗ്രിഗേറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ സ്ലാഗും അതുപോലെ തന്നെ ബേൺഡ് സ്ലാഗ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സ്ലാഗ് അല്ലെങ്കിൽ ബേൺഡ് സ്ലാഗ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മാത്രമല്ല ദിസ് പ്രോസസ്ഡ് അഗ്രിഗേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റ്. ഈ പ്രോസസ്ഡ് അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റും അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി കോൺക്രീറ്റും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒറിജിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ്. നാച്ചുറൽ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ സോഴ്സിൽ നിന്നായിരിക്കും. ആർട്ടിഫിഷ്യൽ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ചാൽ either it's a by product or it's a processed aggregates.